ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചൂതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യ വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475229077. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ് നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. റെയിൽവേ ഗേജുമാറ്റ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമം. പ്രതി തെന്മല പോലീസിന്റെ പിടിയിലായി. വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് RSP നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. RSP മണ്ഡലം സെക്രട്ടറി M. നാസർ ഖാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗേജുമാറ്റവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധന തൃപ്തികരമാണെന്നും യാത്രാ ട്രെയിൻ ഓടിക്കുവാൻ പാത പൂർണ്ണമായും സജ്ജമാണെന്നും ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുധാകർ റാവു. വാർത്തകൾ വിശദമായി. റെയിൽവേ ഗേജുമാറ്റ പണികൾക്കായി എത്തിയ തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമം. പ്രതിയെ തെന്മല പോലീസ് പിടികൂടി. തമിഴ്നാട് ശിവഗംഗ താലൂക്കിൽ ഞാച്ചിയാപുരം സ്വദേശി അശോക് കുമാർ എന്നയാളാണ് കഴുത്തിന് മുറിവേറ്റ നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാസന്ന നിലയിലുള്ളത്. പ്രതി ഞാച്ചിയാപുരം സ്വദേശി ശിവപെരുമാൻ എന്നയാളെ തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് കൃത്യം നടന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ വെള്ളിയാഴ്ച റെയിൽവേ തെന്മല MSLൽ പുതുതായി നിർമ്മിക്കുന്ന ബയോഡക്ട് പാലത്തിൽ നിർമ്മാണ തൊഴിലാളികളായി എത്തിയ ശിവപെരുമാനും അശോകനും ബന്ധുക്കളായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് തെന്മല ബീവറേജസിൽ നിന്നും മദ്യം വാങ്ങി ഇരുവരും രാത്രി തൊഴിലാളികളുടെ ഷെഡിൽ പോയിരുന്നു മദ്യപിച്ചു. നാട്ടിൽ വെച്ച് ഈ അടുത്ത കാലത്തെ പ്രതി ശിവപെരുമാൻ എന്നയാളുടെ മൂത്ത ജ്യേഷ്ഠനെ കാണാതായി എന്നും ഇതിനു പിന്നിൽ അശോക് കുമാർ ആണെന്നും ചൊല്ലി ഇരുവരും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അർദ്ധരാത്രി 12 മണിയോടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ശേഷം 12:30യോടെ ശിവപെരുമാൻ ഉണരുകയും ഷെഡിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന കത്തികൊണ്ട് അശോക് കുമാറിന്റെ കഴുത്തറക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഷെഡിൽ ഒപ്പം ഉറക്കത്തിലായിരുന്ന ശിലംബരാശം, അനിൽകുമാർ എന്നീ തൊഴിലാളികൾ ബഹളം കേട്ട് ഉണരുകയും പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. കൃത്യം നടത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് ഷെഡിൽ നിന്നും കണ്ടെടുത്തു. ആദ്യം ഷെഡിലുണ്ടായിരുന്ന 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് ശിവപെരുമാനാണ് പ്രതി എന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ വിട്ടയക്കുകയായിരുന്നു. പ്രതിയെ തിങ്കളാഴ്ച റിമാൻഡ് ചെയ്തു. കുളത്തൂപ്പുഴ CI R. ബൈജുവിന്റെ നേതൃത്വത്തിലാണ് കേസ് തെളിയിച്ചത്. സംഭവം തൊഴിലാളികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും ഭീതി പടർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പാറ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി I. മൻസൂർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചടങ്ങിൽ LDFന്റെ പ്രമുഖ നേതാക്കളും പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. ഭരണാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നതും ഭയ ആശങ്ക കൂടാതെ മമതയും കൂടാതെ
ഉറപ്പുവരുത്തുമെന്നും യഥാവിധി വിശ്വാസത്തോടും എന്റെ പരമാവധി കഴിവ് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കഴുതുരുട്ടിയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് വരണാധികാരി തെന്മല KIP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓമനക്കുട്ടൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു, പ്രതിപക്ഷ നേതാവ് സണ്ണി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ R. പ്രദീപ്, ബിനു മാത്യു, ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PO യോഹന്നാൻ, പൊതുപ്രവർത്തകരായ KG ജോയ്, C. ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ LDFന്റെ പ്രമുഖ നേതാക്കളും പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം I. മൻസൂറിന്റെ കുടുംബവും സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. തലൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കരൾ രോഗ വിമുക്തി, പഞ്ചകർമ്മ യൂണിറ്റ് എന്നീ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വകുപ്പ് തല പദ്ധതികളുടെ ഉദ്ഘാടനം KB ഗണേഷ് കുമാർ MLA നിർവഹിച്ചു. 5 സ്പെഷ്യാലിറ്റി സെന്റർ ഉണ്ടാവും നമ്മുടെ താലൂക്ക് ആശുപത്രി. ഗവൺമെന്റിന്റെ പോളിസി, LDF ഗവൺമെന്റിന്റെ പോളിസി താലൂക്ക് ആശുപത്രികളെ സ്പെഷ്യാലിറ്റി സെന്ററുകളാക്കി മാറ്റുക. ഡയാലിസിസ് യൂണിറ്റുകൾ ഇതെല്ലാം ഉള്ള ഒരു നല്ല താലൂക്ക് ആശുപത്രി ഉണ്ടാവണമെങ്കിൽ നാട്ടുകാരൊന്നടങ്കം എന്റെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞ ഈ ആശയത്തോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാരോട് ഞാൻ എല്ലാ കാര്യവും നേരിട്ട് പറയുന്നതാണ്. എല്ലാവരും പ്രാദേശിക വികാരങ്ങൾ മറന്ന് ഇക്കാര്യത്തിൽ എന്റെ കൂടെ നിന്നാൽ 35 അടുത്തൊരു 3-4 വർഷത്തിനുള്ളിൽ 35 കോടി രൂപ ചെലവഴിച്ച് പത്രാവൂർ താലൂക്ക് ആശുപത്രി 35 കോടി, ചെറിയ പൈസയൊന്നുമല്ല, 35 കോടി എല്ലാ ഏർപ്പാടുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് സ്ഥലം കൈമാറാനുള്ള തീരുമാനം എടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വകുപ്പിനെ, ഗ്രാമവികസന വകുപ്പിനെ അറിയിച്ച് അനുവാദം വാങ്ങുന്ന അവസ്ഥയുള്ളൂ. KSIDC എന്ന സ്ഥാപനത്തിൽ നിന്നും ജില്ലാ ആശുപത്രികളെ നവീകരിക്കാൻ LDF സർക്കാർ നിയോഗിച്ചിരിക്കുന്ന കമ്മിറ്റി ഇവിടെ വരികയും ജില്ലാ ആശുപത്രിയോടൊപ്പം ഈ ആശുപത്രിയുടെ പ്ലാൻ വരച്ചു തരാമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എനിക്ക് വാക്കുന്നു. നമ്മുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അവരേത് നിമിഷവും റെഡിയാണ്. സ്ഥലം കിട്ടിയെന്ന് അറിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ KSIDC കത്ത് കൊടുക്കും. കത്ത് കൊടുത്താൽ അവരത് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയോട് ചോദിച്ചാൽ ഓക്കെ, ജില്ലാ ആശുപത്രിയോടൊപ്പം ഇതും എടുത്തോളൂ എന്ന നിർദ്ദേശം അദ്ദേഹം കൊടുക്കുന്നതോടെ അവര് ഇതും പഠിക്കും. ഇതിനാവശ്യമായ പണം കിഫ്ബിയിൽ നിന്ന് തരാമെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എന്നോട് സമ്മതിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. രാകേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR. സുരേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 2016-2017 പദ്ധതികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സജീഷ് നിർവഹിച്ചു. കരൾ രോഗ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് കൊല്ലം DMO ഡോക്ടർ PS. ശശികല മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി ദാസപ്പൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N. ബാലകൃഷ്ണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. വിജയകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി അമ്മ, PG. വാസുദേവൻ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ T. അമ്പിളികുമാരി നന്ദി ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി തെന്മല ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ സംരക്ഷണ കമ്മിറ്റി രൂപീകരിച്ചു. നിലവിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകൾക്കായി ഇവിടെ 47 കുട്ടികൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്കാണ് കമ്മിറ്റി രൂപീകരണവും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചത്. 70 വർഷമായി നിലനിൽക്കുന്ന സ്കൂളിൽ നിലവിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലായി 47 കുട്ടികൾ മാത്രമാണുള്ളത്. ഇതിൽ 4ാം ക്ലാസ്സിൽ നിലവിലുള്ള 11 വിദ്യാർത്ഥികൾ സ്കൂൾ വിടുമ്പോൾ വരുന്ന അധ്യയന വർഷത്തിൽ കുട്ടികളെ ചേർക്കുന്ന കാര്യത്തിൽ സ്കൂൾ അധികൃതർ ആശങ്കയിലുമാണ്. യോഗം തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ R. സുജാത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് സ്വപ്ന അധ്യക്ഷയായി. സ്കൂൾ പ്രഥമാധ്യാപിക സുജാത സ്വാഗതം പറഞ്ഞു. BRC കോർഡിനേറ്റർ റോബർട്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് വിവരണം നൽകി. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ഭാഗ്യരാജ്, പൊതുപ്രവർത്തകരായ നന്ദകുമാർ, ശശി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗം 20 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും വരും ദിവസങ്ങളിൽ സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിൽ മാതാപിതാക്കളെ ബോധവൽക്കരിക്കാനായി സ്ക്വാഡ് പ്രവർത്തനം നടത്താനും തീരുമാനിച്ചു. ഒപ്പം സർക്കാർ സ്കൂളിൽ ജൈവകൃഷിക്കായി ഗ്രീൻ ഹൌസ് നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഇതിനായി 20,000 രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും യോഗത്തിൽ സ്കൂൾ പ്രഥമാധ്യാപിക അറിയിച്ചു. യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് RSP നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. RSP മണ്ഡലം സെക്രട്ടറി M. നാസർ ഖാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്നും സർക്കാർ തികഞ്ഞ പരാജയമാണെന്നും RSP മണ്ഡലം സെക്രട്ടറി M. നാസർ ഖാൻ ആരോപിച്ചു. 27 രൂപ വിലയുണ്ടായിരുന്ന അരിയുടെ വില 45 മുതൽ 50 രൂപ വരെ 100% വില വർധനവ്. എന്തിനാണ് വിലയില്ലാത്തത്? നമ്മുടെ രാജ്യത്തുള്ള എല്ലാവിധമായ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വാണം പോലെ ഉയരുന്നു.
പിടിച്ചു നിർത്താൻ കഴിയുന്ന തരത്തിലൊരു ഭരണാധികാരി നമ്മുടെ സംസ്ഥാനത്തില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അടക്കമുള്ള പൊതുവിതരണ ശൃംഖലകളാകെ തകർത്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം രണ്ടറ്റവും തങ്ങളിലൊന്ന് മുട്ടിക്കുവാൻ നിയമപരമായ ഒരു നടപടി സ്വീകരിക്കുവാനോ അതിനാവശ്യമായ ആശ്വാസം എന്ന നിലയിൽ സബ്സിഡി ഇനത്തിലൂടെ റേഷൻ കടകൾ വഴി എന്തെങ്കിലും വിതരണം ചെയ്യുവാനോ ഒന്നും ഈ തൊഴിലാളി വർഗത്തിന് പേരിൽ ആണയിട്ട് അധികാരത്തിൽ വന്ന സർക്കാരിന് കഴിയുന്നില്ല. സർക്കാരിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. ഒരു ഏകാധിപതിയെപ്പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പെരുമാറുന്നു. ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാർ ആരൊക്കെയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല. കേരളത്തിന്റെ പകുതി ചുമതലയുള്ള മന്ത്രിയാണ് നമ്മുടെ മന്ത്രി. അതായത് പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ മന്ത്രി എന്ന് പറഞ്ഞാൽ കോട്ടയവും കാസർഗോഡും കൊല്ലവും പത്തനംതിട്ടയും ഇടുക്കിയും തിരുവനന്തപുരത്തിന്റെ കുറച്ച് ഭാഗങ്ങളും വരുന്ന വനമേഖലയുള്ള ഭാഗങ്ങളിലെ മന്ത്രിയായിട്ട് അവശേഷിക്കുന്നു. കാരണം അതാണ് അദ്ദേഹം നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ പെട്ടിക്കടകൾ മുതൽ ചെറിയ ബാത്റൂമുകൾ വരെ ഉദ്ഘാടനം ചെയ്യാൻ പൊല്ലൂർ മണ്ഡലത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രിമാരുണ്ടോ? ഒരു ക്യാബിനറ്റ് ഉണ്ടോ? മുഖ്യമന്ത്രി ഉണ്ടോ? അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോ? ഇവിടെ എന്താണ് ഇപ്പൊ നിലവിലുള്ളത്? കഴിഞ്ഞ 8 മാസക്കാലമായി താറുമാറായിരിക്കുകയാണ് ജനജീവിതം. അരിവില ദിനം പ്രതി കുതിച്ചുയരുകയാണ്. സാധാരണക്കാരൻ വിലക്കയറ്റം മൂലം നട്ടം തിരിയുമ്പോഴും സർക്കാർ നിസ്സംഗത കാട്ടുകയാണെന്നും നാസർ ഖാൻ ആരോപിച്ചു. പുനലൂർ TV ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. നാസർ ഖാൻ പ്രസംഗിക്കുന്നു. RSP നേതാവ് S രജിരാജ് സ്വാഗതം ആശംസിച്ചു. R സുരേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഷിജു പുളിമുറ്റത്ത്, അയ്യപ്പരാജ്, ഫസലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിരുവനന്തപുരം കിൻഫ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻഫീൽഡ് കപ്സും സ്പോർട്സ് നെറ്റ്വർക്കിംഗ് നെതർലൻഡും സംയുക്തമായി പുനലൂരിൽ ആദ്യമായി യൂറോപ്യൻ ഫുട്ബോൾ പരിശീലന കളരി ആരംഭിക്കുന്നു. പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ UFA A ലൈസൻസ്ഡ് കോച്ചുമാരുടെ നേതൃത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ പരിശീലനം. 6 വയസ്സ് മുതൽ 19 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. GFCയുടെ വിവിധ പ്രോഗ്രാമുകളായ കപ്പ് സോക്കർ ലീഗ്, ഡിസ്ട്രിക്ട് ടീം, റെഗുലർ ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവയുടെ ഭാഗമാകാൻ സുവർണാവസരം. ഏപ്രിലിൽ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലെവൽ 1 ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നെതർലൻഡിൽ തുടർ പരിശീലനത്തിന് അവസരം. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 9072590001 9072590002. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ, കബോർഡ്, ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ.
ഫോൺ 0475 222 1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തലൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ ബി ഗണേഷ് കുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 9:30 തലവോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് കെ ബി ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശവും വെള്ളത്തിലെ വിഷാംശവും എല്ലാം ഉള്ളിൽ ചെല്ലുമ്പോൾ അവിടെ ദോഷകരമായ ബാക്ടീരിയ ഉള്ളിൽ ചെല്ലുകയാണ്. നമ്മുടെ കിണറുകളിലെല്ലാം തലൂർ പഞ്ചായത്തിലെ കിണറുകൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ കിണറിലെയും ഒരു വാർഡിലെ 10 കിണർ വെച്ചെടുത്ത് നമ്മൾ പരിശോധിക്കാൻ കൊടുത്താൽ നല്ല തരത്തിലുള്ള കോളിഫോം ബാക്ടീരിയ അടക്കമുള്ള അപകടകരമായ ബാക്ടീരിയ, അത് മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നതുള്ള ബാക്ടീരിയകൾ ധാരാളം വെള്ളത്തിലുണ്ട്. അതുകൊണ്ടാണ് പൈപ്പ് ലൈൻ വന്നതെല്ലാം ശുദ്ധീകരിച്ച വെള്ളം പൈപ്പ് ലൈനിൽ വരുന്നത്. എടുക്കാവോ ഞാൻ പലപ്പോഴും പൊതുയോഗങ്ങളിൽ പോലും രാഷ്ട്രീയ യോഗങ്ങളിൽ പോലും ഞാൻ പ്രസംഗം പറയാറുണ്ട്. എവിടെയൊക്കെയാണോ പൈപ്പ് ലൈൻ വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾ ശുദ്ധീകരിച്ച് പൂക്കുന്നി മലയിൽ നിന്ന് ശുദ്ധീകരിച്ചു വരുന്ന വെള്ളം പൈപ്പിൽ നിന്ന് എടുത്ത് കുടിക്കണം. കാരണം ഞാനിത് ദീർഘവീക്ഷണത്തോടെ ചെയ്യാൻ കാരണം പത്തനാപുരത്തെ ക്യാൻസർ ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലം പത്തനാപുരം പഞ്ചായത്തിൽ ഇടത്തറയും കുണ്ടയമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഇടതൂർന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കക്കൂസിന്റെ കുഴിയും കിണറിന്റെ കുഴിയും തമ്മിൽ അകലമില്ല. അപ്പൊ കക്കൂസിലെ മാലിന്യങ്ങൾ കിണറിലെത്തുകയും കിണറിൽ ഇത്തരം അപകടകരമായ ബാക്ടീരിയകൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയകുമാർ സ്വാഗതം ആശംസിച്ചു. തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാകേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൊല്ലം ഡെപ്യൂട്ടി DMO ഡോക്ടർ ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ ശശിധരൻ, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സുരേഷ് കുമാർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ G രാധാമോഹൻ, TM ബിജു, ഷീന മുരളി, N രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്യുമെന്ററി പ്രകാശനം 28 നടക്കും. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചടങ്ങിൽ പങ്കെടുക്കും. മനോജ് വൻമള ആവിഷ്കാരവും ബിനോയ് പുനലൂർ ഛായാഗ്രഹണവും നിർവഹിച്ച ഡോക്യുമെന്ററിയുടെ പ്രകാശന ചടങ്ങിൽ പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, ചലച്ചിത്ര സംവിധായകൻ MA നിഷാദ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ തുടങ്ങിയവർ പങ്കെടുക്കും. വികസന മുന്നേറ്റത്തിന്റെ പാതയിലൂടെ ജനങ്ങൾക്ക് മതിയായ സേവനം നൽകി മാതൃകാ ആശുപത്രിയായി മാറിയ താലൂക്ക് ആശുപത്രി കിഴക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ആശുപത്രി വികസനത്തിനായി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്ന സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷായുടെ പ്രവർത്തനമാണ് താലൂക്ക് ആശുപത്രിയെ ഉന്നതിയിലേക്ക് നയിക്കുന്നത്. വർഷങ്ങളായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും മറ്റും അവാർഡുകൾ കരസ്ഥമാക്കുന്ന താലൂക്ക് ആശുപത്രി മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കി രോഗികൾക്കും സാന്ത്വനമേകുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ചെങ്കുട്ട ഗേറ്റുമാറ്റവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധന തൃപ്തികരമാണെന്ന് യാത്രാ ട്രെയിൻ ഓടിക്കുവാൻ പാത പൂർണ്ണമായും സജ്ജമാണെന്ന് CIO സുധാകര റാവു. നിർമ്മാണം പൂർത്തിയായ പാതയിൽ സുരക്ഷാ പരിശോധനയും വേഗപരിശോധനയും നടന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 14, 15 തീയതികളിലാണ് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ K മനോഹരന്റെ നേതൃത്വത്തിൽ പുനലൂർ മുതൽ ഇടമൺ വരെയും ന്യൂ ആര്യങ്കാവ് മുതൽ ചെങ്കോട്ട വരെയും നിർമ്മാണം പൂർത്തിയായ പാതയിൽ സുരക്ഷാ പരിശോധനയും വേഗപരിശോധനയും നടത്തിയത്. ഇടമൺ മുതൽ ന്യൂ ആര്യങ്കാവ് വരെയുള്ള 24 കിലോമീറ്ററാണ് ഇനി നിർമ്മാണം പൂർത്തിയാകാനുള്ളതെന്നും എത്രയും വേഗം ഇതും പൂർത്തിയാക്കുമെന്നും CIO എറണാകുളത്ത് അറിയിച്ചു. അതേസമയം യാത്രാ ട്രെയിൻ ഓടുമെന്ന് റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ച മാർച്ച് 31 ഇനി 1 മാസം മാത്രം ബാക്കി നിൽക്കെ പുനലൂർ മുതൽ ഇടമൺ വരെയും ന്യൂ ആര്യങ്കാവ് മുതൽ ചെങ്കോട്ട വരെയും ട്രെയിൻ ഓടിക്കുന്നത് റെയിൽവേ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ പുതിയ പാതയിൽ ഏതൊക്കെ യാത്രാ ട്രെയിനുകൾ ഓടണമെന്നത് സംബന്ധിച്ച് ജനപ്രതിനിധികൾ റെയിൽവേ ബോർഡിന് ശുപാർശകൾ നൽകുന്നുണ്ട്. ഗേജ് മാറ്റം പൂർണ്ണമാകാത്തതിനാൽ തുടക്കത്തിൽ കൊല്ലത്തു നിന്നും പുനലൂർ വരെ വരുന്ന ട്രെയിനുകൾ ഇടമൺ വരെ നീട്ടാനും ചെങ്കോട്ടയിൽ എത്തുന്ന ട്രെയിനുകൾ ആര്യങ്കാവിലേക്ക് നീട്ടാനുമാണ് സാധ്യത കാണുന്നത്. റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ച തീയതിയിൽ പുനലൂർ മുതൽ ചെങ്കോട്ട വരെ ട്രെയിൻ ഓടിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ പൂർത്തിയായ ഭാഗത്തേക്ക് ട്രെയിൻ സർവീസ് നീട്ടി മാനം കാക്കാനാണ് റെയിൽവേ ആലോചിക്കുന്നത്. ഇതിനിടെ നിലവിൽ സുരക്ഷാ പരിശോധന മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നതെന്നും സിഗ്നൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിച്ച് യാത്രാ ട്രെയിൻ ഓടിത്തുടങ്ങണമെങ്കിൽ മെയ് വരെയെങ്കിലും കാലതാമസം ഉണ്ടാകും എന്നാണ് റെയിൽവേയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, തെന്മല.
പത്തനാപുരം ഗാന്ധിഭവനിൽ മിൽമ ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റ് ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. ഗാന്ധിഭവനിൽ പുതുതായി ആരംഭിച്ച മിൽമ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗാന്ധിഭവനിൽ മിൽമയുടെ പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റ് അനുവദിക്കുമെന്ന് സംസ്ഥാന വനം മൃഗ ക്ഷീര സംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. ഗാന്ധിഭവനിൽ മിൽമ ഷോപ്പി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനസ്സിന് ആശ്വാസം വേണമെന്ന് ആഗ്രഹിക്കുന്നു, സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അല്പസമയം മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ഇവിടെ ഈ അന്തേവാസികളോടൊപ്പം ചെലവഴിക്കാൻ, സ്വച്ഛന്തമായ അന്തരീക്ഷത്തിൽ ചെലവഴിക്കാൻ വേണ്ടി താല്പര്യത്തോടുകൂടി നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥർ എത്തിച്ചേരുന്ന ഒരാശ്രമമായി ഈ ഗാന്ധിഭവൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ആശ്രമം ഇന്ന് 1300ഓളം പേർക്ക് അഭയം അരുളുകയാണ്. 1300ഓളം പേർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം നൽകുകയും ഭൂരിപക്ഷം പേരും അനാഥരും അതുപോലെ തന്നെ മറ്റ് ശാരീരികമായ അവശതയുമുള്ളവർ എന്നുള്ള നിലയിൽ അവർക്കാവശ്യമായിട്ടുള്ള ചികിത്സയും അവർക്കാവശ്യമായിട്ടുള്ള സംരക്ഷണവും പരിരക്ഷയും എല്ലാം നൽകുക എന്ന് പറയുന്നത് ഓരോ ദിവസവും അതിനുവേണ്ടി വരുന്ന പ്രയത്നവും അതുപോലെ തന്നെ സമ്പത്തും നമുക്ക് ഊഹിക്കാവുന്നതേ. നമുക്ക് ആവശ്യമുള്ള പാല് ഇവിടെ ബൂത്ത് വഴി വിതരണം ചെയ്യാം. അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ടാകും. ഈ ബൂത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം. പാലിന്റെ വില ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മിൽമയും ഗവൺമെന്റും കൂടി ആലോചിച്ച് തന്നെയാണ് പാലിന്റെ വില വർദ്ധിപ്പിച്ചത്. ക്ഷീര കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇപ്പോൾ 1 ലിറ്റർ പാലിന് 4 രൂപ വില വർദ്ധിപ്പിച്ചപ്പോൾ 3 രൂപ 35 പൈസയും പാൽ ഉത്പാദിപ്പിക്കുന്ന ക്ഷീര കർഷകന് ലഭിക്കണം. അതാണ് ഗവൺമെന്റ് ലക്ഷ്യമിട്ടത്. 3 രൂപ 35 പൈസയും ക്ഷീര കർഷകന് ലഭിക്കണം. മിൽമയ്ക്ക് വലിയ തോതിലില്ല. എന്റെ കണക്കനുസരിച്ച് 16 പൈസയാണ് ഈ 4 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ മിൽമയ്ക്കുള്ളത്. 3.35 കർഷകന് തന്നെ ഉള്ളതാണ്. ബാക്കിയുള്ള പൈസ സംഘത്തിനും ക്ഷീരസംഘത്തിനും അതുപോലെ തന്നെ ക്ഷേമനിധിക്കും എല്ലാം കൂടി ഉള്ളതാണ്. ഏജന്റുമാർക്കും അടക്കം ഉള്ളതാണ്. അങ്ങനെ പൊതുവിൽ വിൽപ്പന വിലയുടെ 83.75% തുക പാല് വിൽക്കുന്ന 1 ലിറ്റർ പാല് വിൽക്കുന്ന അതിന്റെ വിലയുടെ 83.75 അല്ലെങ്കിൽ 73% തുക ക്ഷീര കർഷകന് കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ക്ഷീര കർഷകന് എല്ലാവിധമായിട്ടുള്ള സഹായവും ഈ ഗവൺമെന്റ് നൽകും. അങ്ങനെ നൽകുന്നതിന് മിൽമയുടെ സേവനം വളരെ പ്രധാനമാണ്. മിൽമ നിലനിൽക്കണം, മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും മിൽമ നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മിൽമയുടെ ഭാഗത്ത് നിന്ന് ക്ഷീര കർഷകർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടാകണം. നാട്ടുകാർക്കും കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം 2015-16 വർഷം നമ്മുടെ മിൽമയ്ക്ക് 63 കോടി രൂപ പ്രവർത്തന ലാഭം ഉണ്ട് എന്നാണ് എന്റെ കണക്ക്. 63 കോടി രൂപ. ആ 63 കോടി രൂപയിൽ ക്ഷീര കർഷകർക്ക് നല്ലതുപോലെ പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കാം. ഏത് സഹകരണ സ്ഥാപനത്തിനായാലും അതുപോലെ തന്നെ ബാങ്കുകൾക്കായാലും അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം ഡെപ്യൂട്ടി കളക്ടറാണെന്നില്ല അല്ലേ, ഞാൻ പറയുന്നത് തെറ്റുണ്ടേ പറയാം. അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം അവരുടെ പ്രവർത്തന ലാഭത്തിൽ നിന്ന് ഇത്ര പെർസെന്റേജ് ഉണ്ട്. കൃത്യമായിട്ടുള്ള പെർസെന്റേജ് ജനസാമാന്യത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി, സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യാം. പൊതുമാർക്കറ്റിൽ മിൽമയുടെ ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള വിലയുടെ 10% വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന മിൽമ ഷോപ്പിയാണ് ഗാന്ധിഭവന് അനുവദിച്ചിട്ടുള്ളത്. കഴിവുള്ള ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകി മിൽമ പാലിന്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ഗാന്ധിഭവന് നൽകും. മനസ്സിന് ആശ്വാസവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ് അതിനായി സമയം കണ്ടെത്തി നാനാജാതി മതസ്ഥരുടെ ആശ്രയ കേന്ദ്രമായ ഗാന്ധിഭവനിലെത്തുന്നത്. ഗാന്ധിഭവനിലെത്തപ്പെട്ട നിരാശ്രയരിൽ ഏറിയ പങ്കും അവശരാണ്. ഇത്തരം ജനോപകാരപ്രദമായ സ്ഥാപനങ്ങൾക്കെതിരെ
ക്ഷുദ്രശക്തികൾ തല ഉയർത്തും. ആ ക്ഷുദ്രശക്തികളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഗാന്ധിഭവനിൽ ഔഷധച്ചെടികൾ നട്ടുവളർത്താനും ഔഷധത്തോട്ടമുണ്ടാക്കാനും NSS ക്യാമ്പ് അംഗങ്ങളായി എത്തിയ പുത്തൂർ SN ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളോട് മന്ത്രി ആവശ്യപ്പെട്ടു. ചെടികൾ വെച്ചുപിടിപ്പിച്ച് സംരക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ തൈകളെപ്പറ്റി ആലോചിക്കേണ്ടെന്നും തൈകൾ തരുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം മാത്യു ചാമത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ഡയറക്ടർ ബോർഡ് അംഗം ലിസി മത്തായി, മാനേജിംഗ് ഡയറക്ടർ KR സുരേഷ് ചന്ദ്രൻ, പത്തനംതിട്ട ഡയറി മാനേജർ G ഹരിഹരൻ, മാർക്കറ്റിംഗ് മാനേജർ G രാജേഷ്, പത്തനംതിട്ട ഡയറി അസിസ്റ്റന്റ് മാനേജർ കീർത്തിനാഥൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി പുന്നല ശ്രീ നീലകണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ദീപക്കാഴ്ച നടത്തി. വിശേഷ പൂജകളുണ്ടായിരുന്നു. ശിവശംഭോ ശങ്കര എന്നൊരു സന്ധ്യാനാമജപം, ശുഭമാം തമ്പുരു കഴുകും ശ്രുതി ചേർന്നു ശിവരഞ്ജിനിയിൽ ധ്യാനലയം. ശിവശംഭോ ശങ്കര എന്നൊരു സന്ധ്യാനാമജപം, ശുഭമാം തമ്പുരു കഴുകും ശ്രുതി ചേർന്നു ശിവരഞ്ജിനിയിൽ ധ്യാനലയം. മലമുകളിൽ വാഴും മംഗളരൂപനിൽ മഹിമകൾ പോലെന്റെ മനസ്സിലും. മലമുകളിൽ വാഴും മംഗളരൂപനിൽ മഹിമകൾ പോലെന്റെ മനസ്സിലും. മന്ദാരമലരുകൾ വിരിയുന്നു, മന്ദാരമലരുകൾ വിരിയുന്നു, ധ്യാന ചന്ദന സൗരഭം നിറയുന്നു. ശിവശംഭോ ശങ്കര എന്നൊരു സന്ധ്യാനാമജപം, ശുഭമാം തമ്പുരു കഴുകും ശ്രുതി ചേർന്നു ശിവരഞ്ജിനിയിൽ ധ്യാനലയം. അകലെ നിന്നേതോ
ശിവമന്ദിരത്തിലെ മണിനാദമുയരുന്നു പ്രണവം പോ അകലെ നിന്നേതോ ശിവമന്ദിരത്തിലെ മണിനാദമുയരുന്നു പ്രണവം പോ ആഗമമന്ത്രങ്ങൾ ആരതിഗീതങ്ങൾ ആഗമമന്ത്രങ്ങൾ ആരതിഗീതങ്ങൾ ആയിരം ഭാവങ്ങൾ ചൊരിയുന്നു ശിവശംഭോ ശങ്കര എന്നൊരു സന്ധ്യാനാമജപം. പുനലൂർ സെന്റ് ജോൺസ് എൽ പി സ്കൂളിന്റെ നവതി സമാപന ആഘോഷം 28 നടക്കും. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ ഗേജുമാറ്റ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമം. പ്രതി തെമ്മല പോലീസിന്റെ പിടിയിലായി. വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് RSP നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. RSP മണ്ഡലം സെക്രട്ടറി M നാസർ ഖാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗേജുമാറ്റവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധന തൃപ്തികരമാണെന്നും യാത്രാ ട്രെയിൻ ഓടിക്കുവാൻ പാത പൂർണ്ണമായും സജ്ജമാണെന്നും ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുധാകർ റാവു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555.